Chapter 11 ഡീൽ ചെയ്യുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. So, marketing begins with customer and ends with customer. A consumer is to be the king in a free market economy. അതായത് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കസ്റ്റമർ ആണ്. സോ കസ്റ്റമറിന്റെ പ്രൊട്ടക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതും അവസാനിക്കുന്നതും കസ്റ്റമറെ വെച്ചുകൊണ്ടാണ്. കസ്റ്റമർ ആണ് മാർക്കറ്റിന്റെ കിങ് എന്ന് പറയുന്നത്. പഴയ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെവെയ്റ്റ് എംറ്റർ, അതായത് ബയർ ബിവെയർ ആയിരിക്കണം എന്നുള്ളതായിരുന്നു. അതിപ്പോ കെവെയ്റ്റ് വെൻഡർ, അതായത് ഇപ്പൊ സെല്ലർ ബിവെയർ ആയിരിക്കണം എന്നുള്ള ഒരു വലിയ ചേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. കസ്റ്റമർ എന്ന് പറയുന്നതാണ് മാർക്കറ്റിംഗിന്റെ എൻഡും സ്റ്റാർട്ടിങ്ങും എന്ന് നമ്മൾ പറഞ്ഞത് തന്നെ പോലെ തന്നെ കസ്റ്റമേഴ്സിനെ പല രീതിയിൽ മാർക്കറ്റിന്റെ ആക്ടിവിറ്റീസിനനുസരിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നടക്കുന്നുണ്ട്. പല മിസ്ലീഡ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുക, ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സുകൾ ഇറക്കുക, വെയിറ്റ് കുറച്ച് കൊടുക്കുക, ഓവറായിട്ട് ചാർജ് ചെയ്യുക, പല രീതിയിൽ കസ്റ്റമേഴ്സിനെ ഈ സെല്ലേഴ്സും മാർക്കറ്റ് ചെയ്യുന്ന ആളുകളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. സോ അപ്പൊ അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക, കസ്റ്റമേഴ്സിന് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസിനൊക്കെ ഒരു അറുതി വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ കസ്റ്റമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിന് ഉദ്ദേശത്തിൽ കൊണ്ടുവന്നതാണ്. Consumer protection means adoption of voluntary measures, legal measures, and willingness on the part of business to safeguard the interest of consumers. കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ് സേഫ്ഗാർഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. വളരെ വലിയൊരു ടേം ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ജസ്റ്റ് കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരെ കൃത്യമായിട്ട് അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നേടിയെടുക്കുക, അവരുടെ ഗ്രീവിയൻസസ് ഒക്കെ കറക്റ്റായിട്ട് പരിഹരിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. കസ്റ്റമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരുടെ റൈറ്റ്സിനെ കുറിച്ചും ബിലീഫ്സിനെ കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുക, അതുപോലെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സിനെ രക്ഷപ്പെടുത്തുക, അൺസേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സും ബ്ലാക്ക് മാർക്കറ്റിംഗും ഒക്കെ ഒഴിവാക്കി കൊടുക്കുക. Consumers need to be organized in the form of consumer organization that would take care their interest. കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റുകൾ ടേക്ക് കെയർ ചെയ്യുന്ന കൺസ്യൂമർ ഓർഗനൈസേഷനിൽ നിന്നും പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. ഒരു ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബിസിനസ് എപ്പോഴും എയിം ചെയ്യുന്നത് ലോങ് ടേം ആയിട്ട് ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കണം. എങ്ങനെ? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനിൽ കൂടെ. അപ്പൊ ബിസിനസ്സിന് ഒരിക്കലും കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് നെഗ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമേ അവരുടെ ഗുഡ് വിൽ അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആസ് ദ ബിസിനസ് മേക്സ് യൂസ് ഓഫ് സൊസൈറ്റീസ് റിസോഴ്സസ്, ഇറ്റ് ഹാസ് the obligation to give reasonable return to the nation and its people. സൊസൈറ്റിയിൽ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ സൊസൈറ്റി ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു കൊടുക്കത്തുള്ളൂ. ബിസിനസ്സിന് എപ്പോഴും കൃത്യമായിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആർക്കൊക്കെ? ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത്, എംപ്ലോയീസിന്റെ അടുത്ത്, ഗവൺമെന്റിന്റെ അടുത്ത്, ക്രെഡിറ്റേഴ്സിന്റെ അടുത്തൊക്കെ. Therefore, it should not be exploiter but must be a servant. എക്സ്പ്ലോയിറ്റർ ആവാൻ പാടില്ല. ഒരു സെർവന്റിനെ പോലെ നിന്ന് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എപ്പോഴും ബിസിനസിന്റെ മോറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതായിരിക്കണം. ബിസിനസ് എപ്പോഴും എക്സ്പ്ലോയിറ്റീവ് ട്രേഡ് പ്രാക്ടീസസിൽ നിന്ന് മാറി ഗവൺമെന്റിന്റെ ഇന്റർവെൻഷനോട് കൂടി അവരുടെ ഒരു ഫേവറബിൾ ആയിട്ട് വേണം എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ കുറച്ച് ലീഗൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ ആണ് CPA ആക്ട്, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ്. നിങ്ങൾ ആ ഇയർ പഠിച്ചു വെക്കണം. അവ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ റൈറ്റ് പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്.
ആക്ട് ശരിക്കും നിലവിൽ വന്നത് ജൂലൈ 1, 1987 ഈ ആക്ട് ആണ് ഇന്ത്യൻ കസ്റ്റമേഴ്സിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇവ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ, അതേപോലെ കൃത്യമായിട്ടുള്ള റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. രണ്ടാമത്തെ ആക്ട് ആണ് കോൺട്രാക്ട് ആക്ട് 1872. ഈ ആക്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്ന പാർട്ടീസിനുള്ള പ്രൊട്ടക്ഷൻ ആണ്. തേർഡ് ആക്ട് ആണ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930. ദിസ് ആക്ട് provides some safeguards and reliefs to the buyers of the goods in the case of goods purchased do not match with expressed or implied conditions. പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ ഗുഡ്സ് വാങ്ങിക്കുന്ന ബയേഴ്സിന് ലഭിക്കുന്ന പ്രൊട്ടക്ഷനാണ്, സേഫ് ഗാർഡ് പ്രൊട്ടക്ഷനാണ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. This act provides for control of production, supply and distribution of essential commodities, check inflationary trends in prices and ensures the equitable distribution. Commodities in the price name, supply name, അതിന്റെ inflationary trends ഒക്കെ control ചെയ്യുന്ന act ആണ് Essential Commodities Act 1955. Next act ആണ് the Agricultural Produce Grading and Marketing Act 1937. The ACMARC. The Act prescribes standards for agricultural commodities and livestock products. The quality mark provided under the Act is known as ACMARC. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ACMARC എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിനും ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ട്സിനും കൃത്യമായിട്ടുള്ള ഗ്രേഡിംഗ് സ്റ്റാൻഡർഡൈസേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1954. ഇത് പേരിൽ നിന്ന് തന്നെ ഉണ്ട്. ഫുഡ് ഐറ്റംസിന്റെ അഡൾട്ടറേഷൻസും അതേപോലെ തന്നെ അതിന്റെ പ്യൂരിറ്റിയും ചെക്ക് ചെയ്യുന്ന പബ്ലിക് ഹെൽത്തിന് ഇൻട്രസ്റ്റോട് കൂടി വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1954. നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആക്ട് 1976. ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് those goods are which are sold and distributed by weight, നമ്പറിലോ ആ രീതിയിൽ വെയിറ്റിൽ വിൽക്കുന്ന ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്. അത് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് അതിൽ ഒരു അണ്ടർ വെയിറ്റ് മാൽ പ്രാക്ടീസസ് ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആക്ട് ആണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷർമെന്റ് ആക്ട് 1976. ദ ട്രേഡ് മാർക്സ് ആക്ട് 1999. ഈ ആക്ട് പ്രിവെന്റ് ചെയ്യുന്നത് ഫ്രോഡുലന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതായത് ഒരു കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിന് എതിരായിട്ട് ഒരു ഫ്രോഡുലന്റ് പ്രൊഡക്ട്സുകൾ വന്നാൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സിന് എതിരായിട്ടുള്ള ആക്ട് ആണ് ട്രേഡ് മാർക്സ് ആക്ട് 1999. Next one is the Competition Act 2002. This act replaced Monopolies and Restricted Trade Practices Act 1969. The act provides protection to the customers in the case of concentration of economic power in few hands. കുറച്ച് ആളുകളിൽ മാത്രം എക്കണോമിക് പവർ ഒതുങ്ങി നിൽക്കുന്ന കേസുകളിൽ അതിനെ എഗനിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആക്ടാണ് കോമ്പറ്റീഷൻ ആക്ട് 2002. ഇത് പഴയ MRTP ആക്ട്, അതായത് മൊണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969 റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 വന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. നെക്സ്റ്റ് വൺ ആണ് ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് 1969. അത് ജസ്റ്റ് രണ്ട് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക, BIS സർട്ടിഫിക്കേഷൻസ് കൊടുക്കുക. Manufacturers will be allowed to use ISI mark on their products only if the products confirm the prescribed quality standards. അതായത് ഇതിനിപ്പോൾ ISI മാർക്കുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ അത്ര ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾക്ക് മാത്രമേ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത്രയും പറഞ്ഞ ആക്ടുകളിൽ നിന്നുള്ളതാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നോക്കുന്നുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലീഗലൈസേഷൻസ് ഇൻ ഇന്ത്യയിൽ അത് നിലവിൽ വന്നത് ജൂലൈ 1, 1987 മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ആക്ട് കസ്റ്റമേഴ്സിന്റെ പലതരത്തിലുള്ള റൈറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, right to seek redress, right to education.
എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനുള്ളത്? ഒന്ന്, it apply all goods and services except the goods exempted by government. ഗവൺമെന്റ് ഉൾപ്പെടുത്താത്ത വസ്തുക്കൾ അല്ലെങ്കിൽ ഗുഡ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിലും ഈ ആക്ട് ആപ്ലിക്കബിൾ ആണ്. It safeguards the consumers against different types of exploitations. പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്നും കസ്റ്റമേഴ്സിനെ ഇത് സേഫ് ഗാർഡ് ചെയ്യുന്നു. ഇത് വളരെ സിമ്പിളും സ്പീഡിയും ഇൻഎക്സ്പെൻസീവുമായിട്ടുള്ള പരിഹാരങ്ങൾ കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് നൽകുന്നു. ഇത് കോമ്പൻസേറ്ററി ഇൻ നേച്ചർ ആണ്. കസ്റ്റമേഴ്സിന്റെ പല റൈറ്റ്സും ഇത് കവർ ചെയ്യുന്നുണ്ട്. പബ്ലിക് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് സെക്ടർ ആയിക്കോട്ടെ, ഇതെല്ലാം ഈ ആക്ടിന്റെ അണ്ടറിൽ കവർ ചെയ്യപ്പെടുന്നവയാണ്. ഇനി എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിന്റെ റൈറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു സേഫ്റ്റി. എന്താണ് റൈറ്റ് ടു സേഫ്റ്റി? The customer has the right to be protected against marketing of goods which are hazardous to life and health. കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ലൈഫിനും ഹെൽത്തിനും പ്രശ്നം വരുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സിൽ നിന്നും അവർക്ക് സേഫ്റ്റി നൽകുന്നു. റൈറ്റ് ടു ഇൻഫോം. കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ്, അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, അല്ലെങ്കിൽ പ്രൈസ്, ക്വാളിറ്റി, അതിനെ എങ്ങനെ യൂസ് ചെയ്യാം, ഇതിനെക്കുറിച്ച് എല്ലാം ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ചൂസ്. കസ്റ്റമേഴ്സിന് കംപ്ലീറ്റ് ഫ്രീഡം ആണ്. എത്ര വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലും അവരുടെ കോമ്പറ്റീറ്റീവ് പ്രൈസ് നോക്കിയിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്ട്സ് ആ ബ്രാൻഡും പ്രൈസും സൈസും ഒക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യാമെന്നുള്ളത്. Then right to be heard. Customers has the right to be file a complaint and it heard in case of dissatisfaction with goods and services. Therefore, many reputed firms have set up their own consumer service and grievances cells. അതായത് കസ്റ്റമേഴ്സിന് അവരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ കംപ്ലൈന്റ് കേൾക്കാനുള്ള അധികാരം അവർക്കുണ്ട്, അവകാശം അവർക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ പല ബ്രാൻഡുകളും പല ഷോപ്സുകളും അവർക്കായിട്ടൊരു കസ്റ്റമർ സർവീസ് സെല്ലുകൾ വരെ ഉണ്ട്. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. Customer has the right to get relief in the case of products or services fall short of his expectations. The CPA provides number of reliefs to consumers, including replacement of product, removal of defects in the product, compensation for loss, etc. കസ്റ്റമേഴ്സിന് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അതിന്റെ ഒരു റിഡ്രസൽ കിട്ടാനും അതിൽ നിന്നൊരു റിലീഫ് കിട്ടാനും ഉള്ള അവകാശമുണ്ട്. എന്നിട്ട് അവരുടെ പ്രൊഡക്റ്റ് റിമൂവ് ചെയ്തിട്ട് അതിന്റെ ഡിഫക്റ്റ് റിമൂവ് ചെയ്തിട്ട് അവർക്ക് പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയോ കോമ്പൻസേഷൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യണം. നെക്സ്റ്റ് വൺ ആണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവരുടെ റൈറ്റ് ഉണ്ട്, എന്താണ് കൃത്യമായിട്ടുള്ള ആ ലോ, എന്തൊക്കെ ലോസ് അവർക്ക് ഫേവറബിൾ ആയിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ അവർക്ക് ഗ്രീവൻസസ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ പഠിച്ചത് കസ്റ്റമേഴ്സിന്റെ അവകാശങ്ങളെ കുറിച്ചിട്ടാണ്, റൈറ്റ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ്. കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് എന്തൊക്കെ പ്രോഡക്ട്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടായിരിക്കണം. പർച്ചേസ് ഇന്റലിജൻസ് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് മനസ്സിലാക്കുക, സ്റ്റാൻഡേർഡൈസ്ഡ് ഗുഡ്സിന് മാത്രമാണ് ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റുന്നത്, ലൈക്ക് ISI മാർക്സ് ഉള്ള ഗുഡ്സ് ഒക്കെ പോലെ. അതുപോലെ ഓരോ സർവീസസിനെ കുറിച്ചിട്ടുള്ള റിസ്ക് മനസ്സിലാക്കുക, കൃത്യമായിട്ടുള്ള മാനുഫാക്ചറിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കി ഉപയോഗിക്കുക, ലേബൽസ് കൃത്യമായിട്ട് വായിക്കുക, പ്രൈസിനെ കുറിച്ചും വെയ്റ്റ്സിനെ കുറിച്ചും എക്സ്പയറി ഡേറ്റ്സിനെ കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കുക, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള റെസീപ്റ്റ്സുകളും മെമ്മോകളും വാങ്ങിക്കുക, ഡീലിങ്സിൽ ഓണസ്റ്റ് ആയിട്ടിരിക്കുക, അതായത് ലീഗൽ ആയിട്ടുള്ള സർവീസസും ഗുഡ്സും മാത്രം എടുക്കുക, എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് അല്ലാത്തതുണ്ടെങ്കിൽ കംപ്ലൈൻസുകൾ കൊടുക്കുക, ക്വാളിറ്റിയുടെ ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക. കസ്റ്റമർ എപ്പോഴും എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, അവർ ഒരു തരത്തിലും പൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കുക. കസ്റ്റമർ സൊസൈറ്റികളൊക്കെ ഫോം ചെയ്ത് കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും
അവരുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാനും ഒക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പാർട്ടായിട്ടിരിക്കുക. ഇത്ര അധികം കസ്റ്റമേഴ്സിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് വേസ് ആൻഡ് മീൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തതാണ് സെൽഫ് റെഗുലേഷൻ ബൈ ബിസിനസ്. Socially responsible firms follow ethical standards in dealings with their customers. They have started customer grievances cells to attend the complaints of consumers. Responsibility ഉള്ള ബിസിനസ്സുകളാണെങ്കിൽ അവർ എത്തിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കും എല്ലാം ചെയ്യുക. അവർ കസ്റ്റമേഴ്സിന്റെ പ്രശ്ന പരിഹാരങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെല്ലുകൾ രൂപീകരിക്കും. Then business associations. Business associations like federations of Indian Chambers of Commerce, Confederation of Indian Industries, ഇതൊക്കെ മെമ്പേഴ്സിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്ത് കസ്റ്റമേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നവയാണ്. Then customer awareness. Consumer who is aware about his rights will be in a position to raise his voice against unfair trade practices. കസ്റ്റമേഴ്സ് എപ്പോഴും അവർക്ക് ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിന് എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിന്റെ ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ കൺസ്യൂമർ ഓർഗനൈസേഷൻസ്, അത് കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടും അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാനായിട്ട് സെമിനാർസ്, വർക്ക്ഷോപ്സ്, മാൽ പ്രാക്ടീസസും എക്സ്പ്ലോയിറ്റേഷൻസും അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. ദെൻ ഗവൺമെന്റ് എപ്പോഴും കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാനും ത്രൂ കസ്റ്റമേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആക്ടിൽ കൂടെ ഒക്കെ നോക്കുന്നുണ്ട്. സോ ഇതൊക്കെ വേസ് ആൻഡ് മീൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ആരാണ് ഒരു കൺസ്യൂമർ? ഹൂ ഇസ് എ കൺസ്യൂമർ? Any person who buys any goods against consideration is a consumer. നമ്മൾ പണം കൊടുത്ത് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ കൊടുത്ത് എന്ത് സാധനങ്ങൾ എന്ത് സർവീസസ് എടുത്താലും അയാൾ ഒരു കൺസ്യൂമർ ആണ്. That maybe includes a user of any goods other than person or buy such goods anywhere. Such user originally ഒരു കൺസിഡറേഷൻ കൊടുത്ത് ബയർ അപ്രൂവൽ ഉള്ള ആളുകളായിരിക്കും. However, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് റീസെയിലിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ബയറിന്റെ ഓൺ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. If the goods are purchased for resale or any commercial purpose, buyer is not a consumer and cannot avail any protection in this Consumer Protection Act. നമ്മളിപ്പം റീസെയിലിന് വേണ്ടിയിട്ടോ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടോ ആണ് നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ അയാൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് അണ്ടറിൽ വരത്തില്ല. Similarly, any person who hire or avail any services against consideration is also consumer, and it include any beneficiary of such services, of course with the approval of original consumer. അതായത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അയാൾ കൺസ്യൂമർ ആണ്. ഇനി ആർക്കാണ് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അണ്ടറിൽ വരുന്ന അപ്രോപ്രിയേറ്റ് കൺസ്യൂമറിനാണ് കൃത്യമായിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനി കൺസ്യൂമർ, എനി രജിസ്റ്റേർഡ് കൺസ്യൂമർ അസോസിയേഷൻ, central government or any state government, one or more consumers having same interest, അല്ലെങ്കിൽ any legal heir or representative or deceased consumer ന് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് റിഡ്രസൽ ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഹാസ് സെറ്റ് അപ്പ് 3-tier മിഷനറി അറ്റ് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ. 3 ടയറിലാണുള്ളത്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം, സ്റ്റേറ്റ് കൺസ്യൂമർ റിഡ്രസൽ ഫോറം, അതേപോലെ നാഷണൽ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. ഇത്രയുമാണ് ഉള്ളത്. പോപ്പുലർലി ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് നാഷണൽ കമ്മീഷൻ ആണ് ഇത് അറിയപ്പെടുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമ്മൾ ആദ്യം കൺസ്യൂമർ കോർട്സിൽ അപ് ടു 20 lakhs വരെയുള്ള കേസുകളിൽ നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോകും. അവിടുന്ന് നമുക്ക് പോരാൻ നമ്മൾ അപ്പീൽ കൊടുത്ത് സ്റ്റേറ്റ് കമ്മീഷനിൽ പോകും. അവിടെ 20 lakhs തൊട്ട് 1 crore വരെയുള്ള കേസുകളാണ് എടുക്കുന്നത്. അവിടുന്ന് നമ്മൾ നാഷണൽ കമ്മീഷനിൽ പോകും. അത് നമുക്ക് 1 crore above ഉള്ള കേസാണ്. അതിനുശേഷം നമ്മൾ സുപ്രീം കോർട്ടിൽ പോകും. സോ ലിസൺ, കൺസ്യൂമർ കോർട്സ് അപ് ടു 20 lakhs,
20 lakhs to 1 crore is state commission, above 1 crore is national commission, and the final destination is Supreme Court. ഇനി നമ്മൾ ഡിസ്ട്രിക്ട് ഫോറം എന്താണെന്ന് നോക്കുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫോറമാണ്. 20 lakhs വരെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് കോമ്പൻസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇതിനകത്ത് 1 president and 2 other members ആണ് ഇതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. The district forum shall pass an order after considering the test report and hearing the party against whom the complaint is filed. An appeal against the order of district forum can be filed with the state commission within 30 days. നമുക്ക് any party up to 20 lakhs വരെയുള്ള കോമ്പൻസേഷൻ നോക്കുന്നവർക്ക് ഡിസ്ട്രിക്ട് ഫോറത്തിൽ പോവാം. അവിടെ 1 president അതേപോലെ തന്നെ 2 other members, ടോട്ടൽ 3 members ആണ് ഉണ്ടായിരിക്കുക. നമുക്ക് ഈ കേസ് പോരാ, നമ്മൾ അതിൽ അപ്പീൽ കൊടുക്കുന്നെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്ത് ഓർഡർ വന്ന് 30 ദിവസത്തിനുള്ളിൽ വേണം നമ്മൾ അടുത്ത സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് പോകാൻ. ഈ സ്റ്റേറ്റ് കമ്മീഷൻ ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 20 lakhs തൊട്ട് 1 crore വരെയുള്ള കോമ്പൻസേഷൻ ആണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, നോട്ട് ലെസ് ദാൻ 2 members ആൻഡ് 1 whom should be woman. ഒരാൾ പെണ്ണായി, ഒരു സ്ത്രീ ആയിരിക്കണം. സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് ഓർഡർ പാസ് ചെയ്യുന്നത് ടെസ്റ്റ് റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും. ആരാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത അയാൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് കൃത്യമായി ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കും. അദ്ദേഹത്തിന് അതിൽ ഫയൽ ചെയ്ത ആ ഓർഡർ വന്നതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ നാഷണൽ കമ്മീഷനിൽ അപ്പീൽ പോകാവുന്നതാണ്. ഇനി എന്താണ് നാഷണൽ കമ്മീഷൻ? സെൻട്രൽ ഗവൺമെന്റിന്റെ കോമ്പൻസേഷൻ 1 crore എബവ് ആവുന്ന കേസിലാണ് ഇത് വരുന്നത്. 5 members ആണുള്ളത്, പ്രസിഡന്റും 4 other members-ഉം. ഒരാൾ വുമൻ ആയിരിക്കണം. പ്രസിഡന്റ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ജഡ്ജ് ആയിരിക്കും. നാഷണൽ കമ്മീഷൻ എപ്പോഴും ഓർഡർ പാസ് ചെയ്യുന്നത് ടെസ്റ്റ് റിപ്പോർട്ടിന്റെ ബേസിസിലായിരിക്കും. അവിടെയും നമുക്ക് 30 days ആണ് അപ്പീലിനുള്ള സമയം കിട്ടുന്നത്. ഇനി എന്തൊക്കെ റെമഡീസ് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് അണ്ടറിൽ ഉള്ളതെന്ന് വെച്ച് നമുക്ക് നോക്കാം. If consumer court is satisfied about genuineness of the complaints, issue one or more following directives or opposite party. അദ്ദേഹത്തിന് നമ്മുടെ കൺസ്യൂമർ കോർട്ടിന് നമ്മുടെ കംപ്ലൈന്റ് സാറ്റിസ്ഫൈങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് റിമൂവ് ചെയ്യാനായിട്ട്, സർവീസസ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഓർഡർ ഇടാം. ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് റീപ്ലേസ് ചെയ്ത് പുതിയത് കൊടുക്കാനുള്ള ഓർഡർ ഇടാം. റീഫണ്ട് ചെയ്യാനുള്ള ഓർഡർ ചെയ്യാം. കൃത്യമായിട്ടുള്ള എമൗണ്ട് റീപേ ചെയ്ത് ലോസ് ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഓർഡർ ഇടാം. അതേപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറയാം. അതേപോലെ ഹസാർഡസ് ഗുഡ്സ് ഇനി സെയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. ഹസാർഡ് ഗുഡ്സ് വിഡ്രോ ചെയ്യാൻ പറയാം. ഹസാർഡസ് ഗുഡ്സ് സീസ് ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ന്യൂട്രലൈസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറയാം. അഡിക്വേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ് കൃത്യമായിട്ടുള്ള പാർട്ടിക്ക് പേ ചെയ്യാനായിട്ട് പറയാം. ഇനി വാട്ട് ഈസ് ദ റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻ ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ? എന്താണ് കൺസ്യൂമർ ഓർഗനൈസേഷൻ എന്ന് പറയാമോ? അത് വോളണ്ടറി അസോസിയേഷൻ ആണ് കസ്റ്റമേഴ്സിന്റെ. ഇന്ത്യയിൽ സെവറൽ ആയിട്ടുള്ള കൺസ്യൂമർ ഓർഗനൈസേഷൻസും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും ഉണ്ട്. എന്തിനാണ് അവ വന്നിരിക്കുന്നത്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, കൺസ്യൂമർ ഇൻട്രസ്റ്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ചില കൺസ്യൂമർ ഓർഗനൈസേഷൻസും NGOസും നിങ്ങൾ പരിചയപ്പെട്ട് വെച്ചാൽ മതി. വോളണ്ടറി ഓർഗനൈസേഷൻസ് ന്യൂഡൽഹിയിലുള്ളത് Consumer Coordination Councils Delhi, Common Cause in Delhi, Consumer Education and Research Center Ahmedabad, Consumer Protection Council Ahmedabad, Consumer Guidance Society of India Mumbai, Consumer Association Kolkata. ഇവയൊക്കെ. ഇനി എന്തൊക്കെ ഫങ്ഷൻസ് ആണ് കൺസ്യൂമർ ഓർഗനൈസേഷൻ ആൻഡ് NGO ചെയ്യുന്നത്? ജനറൽ പബ്ലിക്കിനെ കൃത്യമായിട്ടുള്ള കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. പല ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടെ, സെമിനാറിൽ കൂടെ, വർക്ക്ഷോപ്പിൽ കൂടെ. ലിറ്റററി മെറ്റീരിയൽസ് കൊടുത്ത്, ബ്രോഷേഴ്സും ജേർണൽസും ബുക്ക്ലെറ്റ്സും കൊടുത്ത് അവർക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു. കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, കസ്റ്റമേഴ്സിന് ബെറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. സാമ്പിൾസും പല ഗുഡ്സിന്റെ പല സാമ്പിൾസും ടെസ്റ്റ് ചെയ്ത് കളക്ട് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. ലീഗൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അതിനുള്ള എയ്ഡ്സ് കൊടുക്കുന്നു. കസ്റ്റമേഴ്സിന് കസ്റ്റമർ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നു. അതേപോലെ തന്നെ എൻകറേജിങ് കസ്റ്റമേഴ്സ് ടു ബോയ്കോട്ട് ഡിഫക്റ്റീവ് ക്വാളിറ്റി പ്രോഡക്ട്സ്. ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ബോയ്കോട്ട് ചെയ്യാനായിട്ട്
പ്രോത്സാഹിപ്പിക്കുന്നു. കസ്റ്റമേഴ്സിന് ക്വാളിറ്റി സർവീസസ് ബാങ്കിങ്ങിലായിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷനിലായിക്കോട്ടെ, മെഡിക്കൽ എയ്ഡ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ക്വാളിറ്റി സർവീസസ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ പലതരത്തിലുള്ള കസ്റ്റമർ പ്രോബ്ലംസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാം, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും ചെയ്യുന്നു. ദെൻ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് അവ ചെയ്യുന്നത്.